രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടിയിലേക്ക് എന്ന സൂചന. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ നീക്കം. DGP സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റത്തെ ഉൾപ്പെടെ സസ്പെൻഷൻ ബാധിക്കും എന്ന സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, അജിത് കുമാറിന്റെ കൺമുന്നിലായിരുന്നു DGP കസേര. അത് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നടപടി നേരിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നിയമ നടപടിയിലേക്ക് പോകുന്നു, അല്ലേ? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് MR അജിത് കുമാർ ഉള്ളത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 30-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ 30-ാം തീയതിക്ക് ശേഷം അദ്ദേഹം DGP കസേരയിലേക്ക് എത്തേണ്ടതായിരുന്നു. നിലവിലുള്ളതിൽ വെച്ച് സീനിയർ ആയിട്ടുള്ള ആൾ കൂടി അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഒരു പദവിയിലേക്ക് എത്തേണ്ട ആൾ അദ്ദേഹമായിരുന്നു. പക്ഷേ ഈ ഒരു സസ്പെൻഷൻ നടപടികളിലൊക്കെ തന്നെ വരുമ്പോൾ ആ പദവിയിലേക്കുള്ള ഉയർച്ച അതെത്രമാത്രം അത് വലിയ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എന്തായാലും സർക്കാർ നടപടി എടുത്തതിനെ തുടർന്ന് ഇനിയിപ്പോൾ നിയമ നടപടികളുമായി നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ അജിത് കുമാറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ റിപ്പോർട്ട്, അതായത് അല്ലെങ്കിൽ ഈ നടപടിയിലേക്ക് വരാനായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലുകൾ ഈ നിലയ്ക്കാണ്. ഇരകൾക്ക് നീതി നിഷേധിക്കാനും പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാനും അജിത് കുമാർ ഇടപെട്ടു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ADGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ വഴിവിട്ട ഇടപെടൽ നടത്തിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയതിനും തെളിവുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അജിത് കുമാർ നൽകിയിരുന്ന വിശദീകരണം അത് തൃപ്തികരമല്ല എന്ന് ADGP വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു റിപ്പോർട്ട് നേരെ ആഭ്യന്തര സെക്രട്ടറിക്കും തുടർന്ന് ആഭ്യന്തരമന്ത്രി അതിൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന സമയത്ത് അതിൽ സസ്പെൻഷൻ എന്നുള്ള നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നത്. തുടർന്നാണ് ഈ നടപടികളൊക്കെ തന്നെ വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അജിത് കുമാറിന്റെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ട്രിബ്യൂണലിനെ സമീപിക്കുക, അതിനുശേഷം കോടതിയെ സമീപിക്കുക, ഒപ്പം തന്നെ തനിക്ക് വിശദീകരിക്കാൻ സമയം തന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആയിരിക്കും അജിത് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ SITയുടെ കണ്ടെത്തലുകൾ തള്ളിക്കൊണ്ടാണ് DGPക്ക് അദ്ദേഹം മറുപടി നൽകിയിരുന്നത്. അത് ആ കാര്യം ഉൾപ്പെടെ അദ്ദേഹം ട്രിബ്യൂണലിന് മുന്നിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ആ നിലയ്ക്ക് നിയമ നടപടികളിലേക്ക് പോവുക, ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് അത് ഈ ഒരു നടപടികൾ, അതായത് ഒരു തരത്തിലും DGP പദവിയിലേക്ക് എത്താൻ കഴിയാത്ത വിധമുള്ള ഒരു നടപടിയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്തായാലും ഈ അജിത് കുമാറിന് പകരമായി മറ്റൊരാളെ എന്തായാലും സർക്കാർ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം അജിത് കുമാറിന് പകരമായി ആരെങ്കിലും അവിടേക്ക് എത്തിച്ചാൽ സ്വാഭാവികമായും അജിത് കുമാറിന് അത് ട്രിബ്യൂണലിന് മുന്നിലോ കോടതിക്ക് മുന്നിലോ പറയുന്ന ഘട്ടത്തിൽ അതൊരു പിടിവള്ളിയാകാൻ കൂടി സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് തന്നെ മാറ്റി നിർത്തുകയും വേറൊരാളെ അവിടേക്ക് അവരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി എന്നുള്ളൊരു വാദം ഉന്നയിക്കാനും അജിത് കുമാർ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പദവി ഒഴിച്ചിടാനായിട്ടുള്ള തീരുമാനത്തിൽ തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ.